മലയാളത്തിൽ പൃഥ്വിരാജ് നായകനായ അനന്തഭദ്രം ഉൾപ്പെടെയുള്ള അഞ്ചോളം സിനിമകളുടെ രചന നിർവഹിച്ച വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ. കാന്തല്ലൂർ സ്വാമി എന്നും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നുമുണ്ട്. താൻ എഴുതി തീർത്ത പല തിരക്കഥകളും സിനിമയാക്കാൻ കഴിയാത്തവയതാണെന്ന് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി താൻ എഴുതിയ കഥകൾ സിനിമയാക്കാൻ പല ആളുകളും സമീപിച്ചെന്നും അവയൊന്നും നടക്കാതെ പോയെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപാട് ചെറുപ്പക്കാർ കഥയ്ക്കായി എന്നെ സമീപിക്കാറുണ്ട്. മേജർ രവിയുമായി ചേർന്ന് മാടൻ പുലി എന്നൊരു ചിത്രം ചെയ്യാൻ പ്ലാനിട്ടിരുന്നു. പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത്. ആ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതും മുടങ്ങി. പിന്നീടാണ് ഉണ്ണിമുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതും നടന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടന്നില്ല. പലരും ആ സിനിമ ചെയ്യാനായി എന്നെ സമീപിച്ചു. ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് 3,00,000 രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി. കുറച്ച് ദിവസങ്ങൾ തന്നെ അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പാണ് മണികർണിക എന്ന എൻ്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചത്. നാഗത്തിൻ്റെ കഥയാണ്. അതിൻ്റെ തിരക്കഥയും ഞാൻ പൂർത്തിയാക്കി. പലരും അതിനായി എന്നെ സമീപിച്ചു. ഹിമാലയത്തിൽ വച്ച് ഒരു സംഭവമാണിത്. ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നാഗം പത്തി വിടർത്തുന്നതും അത് എന്നെ പിന്തുടർന്നതുമാണ് കഥ. മണികർണികയുടെ അവസാനത്തെ സീൻ എഴുതിയപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പാമ്പ് കയറി. അപ്പോൾ തന്നെ വാവാ സുരേഷിനെ വിളിച്ചു. അദ്ദേഹം വീട്ടിലെത്തി ആ പാമ്പിനെ പിടിക്കില്ലെന്നാണ് വാവാ സുരേഷ് അന്ന് പറഞ്ഞത്. അതിന് കാരണം എനിക്കറിയാമായിരുന്നു. പാമ്പിനെ പിടിക്കാൻ വാവാ സുരേഷ് പോയി. പാമ്പിനെ പിടിക്കാതെയാണ് വാവാ സുരേഷ് പോയത്. മമ്മൂട്ടിയുടെ പ്രമേയവും സിനിമ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിന് ഞാനൊരു സന്ദേശം അയച്ചിരുന്നു. മമ്മൂട്ടി രോഗാവസ്ഥയിലാകും. ഇത് അപകടത്തിലാകണമെന്ന് എൻ്റെ സന്ദേശം എന്ന് സുനിൽ പരമേശ്വരൻ പറഞ്ഞു.